പ്രിയ സ്നേഹിതരെ, ശ്രേഷ്ഠമെന്ന് തോന്നുന്ന വിജയങ്ങളും നേട്ടങ്ങളുമൊക്കെ എളിമയോടെ ഉൾക്കൊള്ളാനാകുന്നില്ല എങ്കിൽ അതിനൊരു അപകടമുണ്ടെന്നേ. ആ വിജയം തന്നെ വൻ വീഴ്ചയിലേക്ക് നയിക്കുന്ന പ്രലോഭനമായിട്ട് മാറും. കേട്ടിട്ടില്ലേ? ഗ്രേറ്റ് വിക്ടറി ഓഫൻ ലീഡ്സ് ടു ഗ്രേറ്റ് ടെംപ്റ്റേഷൻ ആൻഡ് ദെൻ ലീഡ്സ് ടു ഗ്രേറ്റ് ഡിഫീറ്റ്. അതെ, വിജയത്തിൽ മറന്നാൽ അത് അഹങ്കാരത്തിന് ലഹരിയായിട്ട് മാറും. ആ ലഹരിയുടെ ഉന്മത്തതയും നമ്മളെ തന്നെ മറക്കും. ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ ചോർന്നു പോകും. നന്മകൾ കൈമോശം വരും. വഴി നടത്തിയ ദൈവത്തെയും കൈപിടിച്ച് പ്രിയപ്പെട്ടവരെയും വിസ്മരിക്കും. പിന്നെ കാലിട്ട് വീടുവാൻ എളുപ്പമാണെന്നേ. ജോഷിയുടെ പുസ്തകം 6-ാം അധ്യായത്തെ ശക്തരായ ജെറിക്കോ നിവാസികളെ തോൽപ്പിച്ചതിൻ്റെ വിജയലഹരിയിലായിരുന്നു ഇസ്രായേൽ ജനം. എന്നാൽ ആ യുദ്ധവിജയത്തിൻ്റെ ഉന്മത്തതയിൽ വരുത്തിവെച്ച പരാജയമായിരുന്നു അടുത്ത അധ്യായം, 7-ാം അധ്യായം. An easy victory turns into a shameful defeat. കാനാൻ ദേശത്തെ ഏറ്റവും ശക്തരായ നഗരമായിരുന്നു ജെറിക്കോ. അതിനെ തോൽപ്പിക്കാനായെങ്കിൽ പിന്നെ ആർക്കും തങ്ങളെ എതിരിടാനാകില്ലെന്ന അമിത ആത്മവിശ്വാസമായിരുന്നു ഇസ്രായേൽ ജനത്തിന്. അതുകൊണ്ട് തന്നെ അവർ വളരെ ലാഘവത്തോടെയാണ് ദുർബലരായ നിവാസികളോട് പോരാടാൻ തീരുമാനിച്ചത്. ശക്തമായ ജെറിക്കോയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതൊരു ചെറിയ സൈനിക താവളമാണ്. അവിടേക്ക് പോയി ചാരന്മാർ തിരികെ വന്നിട്ട് ജോഷിയോട് പറയുന്നുണ്ട്, എല്ലാവരും അങ്ങോട്ട് പോകേണ്ടതില്ലെന്ന്. 2000-3000 പേർ പോയി ആക്രമിക്കട്ടെ, കാരണം അവർ കുറച്ചു പേർ മാത്രമേ ഉള്ളൂവെന്ന്. ദൈവം കൂടെ വന്ന് നയിച്ചതുകൊണ്ടാണ് ജെറിക്കോയെ തോൽപ്പിക്കാനായതെന്ന സത്യം ഇസ്രായേൽ മക്കൾ വിസ്മരിച്ചു. ഇപ്പോഴവർ അവിടുത്തെ കൂടാതെ തന്നെ യുദ്ധത്തിന് പോവുകയാണ്. ചാരന്മാരുടെ വാക്ക് കേട്ട് ഏകദേശം 3000 പേർ. അസാധ്യമായ നദി മുറിച്ച് കടന്ന അസാധ്യമായ നഗരത്തെ പരാജയപ്പെടുത്തിയ അവർക്ക് പട്ടണ നിവാസികളെ എതിർത്ത് തോൽപ്പിക്കാനാകുന്നില്ല. അവരിൽ 36 പേരാ വധിക്കപ്പെട്ടത്. ഒരു ദിവസം കൊണ്ട് എല്ലാം മാറി മറിയുകയാണ്. ഏറ്റവും നിന്ദനീയമായ പരാജയമായിട്ട് മാറുന്നു. എളുപ്പം നേടിയൊരു വിജയം വലിയൊരു ദുരന്തമായിട്ട് മാറി. കാനാൻ ദേശം സ്വന്തമാക്കാനുള്ള പോരാട്ടത്തിലെ ഏക പരാജയമാണത്. അമിതമായ ആത്മവിശ്വാസം കൊടുത്ത വിനയായിരുന്നു അവരുടെ പരാജയം. ഓർക്കണം, അമിതമായ ആത്മവിശ്വാസമാണ് പലപ്പോഴും ഉദാസീനതയിലേക്കും ശ്രദ്ധയില്ലായ്മയിലേക്കും വിവേകശൂന്യമായ തീരുമാനങ്ങളിലേക്കും ഒടുവിൽ നിന്ദനീയമായ പരാജയത്തിലേക്കും വഴി നടത്തുന്നത്. ഒരു നല്ല പ്രസംഗം പറഞ്ഞു കഴിയുമ്പോൾ, എഴുതിയൊരു പുസ്തകം കുറച്ച് ശ്രദ്ധിക്കപ്പെട്ട് കഴിയുമ്പോൾ, അല്പം പേരും പ്രശസ്തിയുമൊക്കെ ആയി കഴിയുമ്പോൾ, എഴുതിയ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്വന്തമാക്കി കഴിയുമ്പോൾ വല്ലാത്തൊരു വിജയത്തിൻ്റെ മതിഭ്രമം ഉള്ളിൽ നുരഞ്ഞു പൊന്തും. സൂക്ഷിച്ചു കൊള്ളണം. കാരണം നാളെ പ്രസംഗപീഠത്തിൽ നിൻ്റെ നാവ് പിഴച്ചു പോയേക്കാം. എഴുതിയ ആശയങ്ങൾ ദാരിദ്ര്യമായിട്ട് മാറാം. പേര് കളങ്കപ്പെട്ടു പോകാം. മാർക്ക് കുറഞ്ഞു പോകാം. പരാജയങ്ങൾ ഉൾക്കൊള്ളാൻ എളുപ്പമാണെന്ന്, എന്നാൽ വിജയത്തെ കൈകാര്യം ചെയ്യാനാണ് കൂടുതൽ പ്രയാസം. ആകയാൽ നിൻ്റെ വിജയം നിന്നെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ.